ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആതിരയുടെ ഓഫീസിലേക്ക് അർച്ചന എത്തിച്ചേരുന്നു. ആതിര മറ്റ് ജോലിക്കാരിയോട് സംസാരിച്ച് അവിടുത്തെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അർച്ചന അവിടേക്ക് വന്നെത്തിയത്. ആതിരയുടെ അടുത്തുണ്ടായിരുന്ന കസ്റ്റമർ പോയി കഴിയുമ്പോഴേക്കും അർച്ചന അരികിലേക്ക് ചെന്നിരുന്നു. പർദ്ദ അണിഞ്ഞു വന്ന അർച്ചനയെ ആതിരയ്ക്ക് കണ്ടിട്ട് മനസ്സിലായതുമില്ല. അപ്പോഴേക്കും ആതിര ചോദിച്ചു, എന്തിനാ വന്നത്? എന്തെങ്കിലും പണയം വെക്കാനാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അല്ല, ഞാനൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം ചോദിച്ചറിയാൻ വന്നതാണ് എന്ന് ആതിരയോട് അർച്ചന അറിയിച്ചു. ആ, അതാണെങ്കിൽ എന്താ അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോഴേക്കും, പേരെന്താ എന്നൊക്കെ അർച്ചനയോട് ആതിര അന്വേഷിച്ചു. അർച്ചന അപ്പോഴേക്കും ആതിരയോട് ചോദിച്ചു, കുട്ടിയുടെ പേര് ആതിര എന്നല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ, എങ്ങനെ അറിയാം എന്നൊക്കെ ആതിര അന്വേഷിച്ചപ്പോഴേക്കും, കുട്ടിയുടെ ഏട്ടൻ സച്ചി, ഏട്ടനെ അറിയാവോ എന്നൊക്കെ ആതിര വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. എനിക്ക് അവരെ, നിങ്ങളെ രണ്ടുപേരെയും മാത്രമല്ല, എനിക്ക് ആ കുടുംബത്തുള്ള എല്ലാവരെയും അറിയാം. ഞാനൊരു വട്ടം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ്, സോറി, എൻ്റെ ഇക്ക പറഞ്ഞിട്ട് പണം തരാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും, ഓ അത് ശരി എന്ന് ആതിര അതിശയപ്പെട്ട് ചോദിച്ചു. അന്ന് ഞാൻ അക്കാര്യം വീട്ടിൽ അന്ന് എല്ലാവരും അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. സത്യത്തിൽ നന്ദി പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും, അല്ല, ഈയിടെ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ കുട്ടിയുടെ ചിത്രം കണ്ടു. അതെന്താ അങ്ങനെ? അപ്പോഴേക്കും ഉടനെ ആതിര പറഞ്ഞു, അത് പിന്നെ ഇവിടുത്തെ സാറ് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാ എന്നൊക്കെ ആതിര പറഞ്ഞു. എന്തായാലും കൊള്ളാം എന്ന് പറഞ്ഞ് ആതിരയോട് അർച്ചന അതിനെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം ആതിരയോട് അർച്ചന പറഞ്ഞു, അതെ, എനിക്ക് ഡിപ്പോസിറ്റിൻ്റെ കാര്യങ്ങളൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും, അത് ഡിപ്പോസിറ്റിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആദ്യം ഡീറ്റെയിൽസ് എടുത്തു തരണം. അതാ ഈ പേപ്പേഴ്സിൽ ഡീറ്റെയിൽസ് ഒന്ന് എഴുതിയിരിക്കണം. അതിൽ ഫോൺ നമ്പറും വേണം. ഇവിടുത്തെ മാനേജർ പിന്നീട് മേഡത്തെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളും എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അർച്ചന ആ ഡീറ്റെയിൽസ്, ആതിര പറഞ്ഞ ആ പേപ്പേഴ്സിൽ അർച്ചനയുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുന്നു. അതിൽ ഫോൺ നമ്പരും വെച്ച് കൊടുത്തു. അപ്പോഴേക്കും അർച്ചനയുടെ മുഖത്തേക്ക് ആതിര വീണ്ടും വീണ്ടും നോക്കി. അല്ല, ഈ ശബ്ദം കേട്ടിട്ട് എനിക്ക് നല്ല പരിചയമുള്ള പോലെ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ അർച്ചന ആലോചിച്ചു, പരിചയം കാണാതിരിക്കില്ലല്ലോ, നമ്മൾ ഒരമ്മയുടെ മക്കളല്ലേ, ഒരു വയറ്റിൽ പിറന്നവർ എന്ന് അർച്ചന മനസ്സിലങ്ങനെ പറഞ്ഞു. അതിനുശേഷം വേഗം ഡീറ്റെയിൽസ് എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട്, എൻ്റെ പേര് ആയിഷ സുൽഫിത്ത് എന്ന് പെട്ടെന്ന് തിരുത്തി പറഞ്ഞു. എന്തായാലും SSLC സർട്ടിഫിക്കറ്റിലെ നമ്പർ പറഞ്ഞ് ആ പേര് പറഞ്ഞാൽ മതി എന്നതായിരുന്നു ആതിരയുടെ മറുപടി. അതിനുശേഷം ഡീറ്റെയിൽസ് എടുത്ത് ആതിരയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആതിര പറഞ്ഞു, എന്തായാലും ഇവിടുന്ന് മാനേജർ വിളിച്ചോളും കേട്ടോ എന്ന് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് അർച്ചന പോകാൻ തുടങ്ങിയപ്പോഴേക്കും, അതെ, ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചതല്ലേ, അതുകൊണ്ട് വിരോധമില്ലെങ്കിലേ ഈ മുഖം ഒന്ന് കാണാൻ കഴിയുമെങ്കിൽ അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. കാരണം പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാലും ഒന്ന് വന്ന് സംസാരിക്കാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആതിരയോട് അർച്ചന പറഞ്ഞു, അതിനെന്താ, അതിന് ഞാൻ പിന്നീട് ഒരു ദിവസം വരാം. നമുക്ക് ഒരുമിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കുകയോ കുറച്ചു നേരം പുറത്ത് മറ്റെവിടെയെങ്കിലും പോയിരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ വരാം. ഇപ്പം എനിക്കൊരല്പം തിരക്കുണ്ട്, അതുകൊണ്ടാ എന്ന് പറഞ്ഞതും, ഓ ശരി, ആയിക്കോട്ടെ എന്ന് അർച്ചനയോട് ആതിര സമ്മതിച്ചു. ഉടനെ അർച്ചന ആതിര കയ്യിൽ പിടിച്ചിട്ട് ഇന്ന് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇറങ്ങി. ആതിര ആകെ വിഷമത്തോടെ അർച്ചനയെ നോക്കി. പിന്നീട് ആതിര തൻ്റെ കൊളീഗ്സിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർച്ചന കൂടുതലൊന്നും പറയാതെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും അർച്ചന എഴുതി കൊടുത്ത ആ ഡീറ്റെയിൽസ് നോക്കി ആതിര ഒന്നുകൂടി അർച്ചനയെ നോക്കിയതിന് ശേഷം പുഞ്ചിരിയോടെ അവിടെ ഇരുന്നു. അപ്പോഴാണ് അവന്തികയുടെ വീട്ടിൽ കനകാംബരൻ അവന്തിയെ കാണുവാനായിട്ട് എത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ റോണി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ഓക്കെ ആണല്ലോ അല്ലേ കനകാംബര എന്ന് ചോദിച്ചപ്പോഴേക്കും, പിന്നെ ഇല്ലേ മേഡം, എല്ലാം ഓക്കെയാണ്. മേഡം ആഗ്രഹിക്കുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാം. അതിൽ മേഡത്തിന് യാതൊരു സംശയവും വേണ്ട. പിന്നെ മേഡം, എൻ്റെ ബാങ്കിൽ മേഡം ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആ തുക എന്ന് പറഞ്ഞപ്പോഴേക്കും, അത് ഞാൻ ചെയ്തോളാം. അതിന് ഞാൻ നിങ്ങളുടെ മാനേജറെ വിളിച്ചോളാം കനകാംബര. കനകാംബരൻ അതോർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടതും വളരെ അതിശയത്തോടെ കനകാംബരൻ ശരിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനകാംബരനോട് അവന്തിക പറഞ്ഞു, അത് മാത്രമല്ല, ഇത്രയൊക്കെ റെഡിയാക്കിയതിൻ്റെ അവന്തിക കനകാംബരന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി കരുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗിഫ്റ്റ് ബോക്സ് കനകാംബരനെ ഏൽപ്പിച്ചു. അത് തുറന്നു നോക്കിയതും അതിലിരിക്കുന്ന ഒരു സ്വർണ്ണമാല കണ്ട് അതിശയത്തോടെ കനകാംബരൻ നോക്കി. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചതും,
എനിക്ക് മേഡം തരുന്ന എന്തും വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ. അത് മേഡത്തിന് അറിയാമല്ലോ. മേഡം തന്നെയല്ലേ ഈ എനിക്ക് ഏറ്റവും വലുത്. അതുകൊണ്ട് മേഡം അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മേഡം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ആതിരയെ മേഡത്തിൻ്റെ വഴിക്ക് കൊണ്ടുവന്നിരിക്കും. അപ്പോഴേക്കും അവന്തിക ചോദിച്ചു, അല്ല എവിടെ ആതിരയുടെ പേഴ്സണൽ പാർട്സ്, അത് പ്രൈവറ്റ് പാർട്സ് കൂടുതൽ ഫോട്ടോസ് എടുത്തെന്നാ പറഞ്ഞത്. അതെവിടെ ആ ഫോട്ടോസ് ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് വേണ്ട മേഡം, അത് തൽക്കാലം രഹസ്യമായിട്ട് തന്നെ ഇരുന്നോട്ടെ. കാരണം പിന്നീട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ അത് മേഡത്തെ ബാധിക്കും എന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവന്തിക അങ്ങനെ കനകാംബരനെ പോകാൻ അനുവദിക്കുമ്പോൾ അവന്തിക ആലോചിച്ചു, കനകാംബരൻ ആളിച്ചിരി പ്രശ്നക്കാരനാ. ഇല്ലെങ്കിലേ ആതിരയോട് പ്രത്യേക താല്പര്യം അയാൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ അയാൾ അക്കാര്യം സമ്മതിച്ചു തരാത്തത്. എന്തായാലും അത് സാരമില്ല, ഇയാള് എന്തെങ്കിലും കാണിച്ചോട്ടെ, എനിക്കെൻ്റെ കാര്യം നേടിക്കിട്ടിയാൽ മതി എന്ന് അവന്തിക മനസ്സിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പോഴാണ് ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന ആതിര വിവരങ്ങളൊക്കെ എല്ലാവരോടും പങ്കുവെച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞതും വീണ്ടും അവിടെ വന്നോ, എന്നിട്ട് നീ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിച്ചില്ലേ എന്ന് സ്നേഹയും അനഘയും കൂടി ആതിരയെ ചോദ്യം ചെയ്തു. അപ്പോഴേക്കും കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നും ഇനി അടുത്ത ദിവസം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നും അവരോട് ആതിര വിവരങ്ങൾ പറയുമ്പോഴാണ് സച്ചി അവിടേക്ക് എത്തിയത്. ഉടനെ എന്താ ആരുടെ കാര്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് സച്ചി അന്വേഷിച്ചപ്പോഴേക്കും അത് കേട്ട് കമലമ്മ പറഞ്ഞു, അതെ കഴിഞ്ഞ തവണ ഇവിടെ വന്നില്ലേ ഒരു സുൽഫിത്ത്, ആ സുൽഫിത്ത് ആതിരയുടെ ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നെന്ന്, അവിടെ എന്തോ അക്കൗണ്ട് തുടങ്ങാനായിട്ട്. അത് ശരി. എന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഇതുവരെയായിട്ടൊരു ഓർമ്മയും കിട്ടുന്നില്ല. അല്ല അവരുടെ ഡീറ്റെയിൽസ് വല്ലതും കിട്ടിയോ? എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചു. അവരുടെ ഹസ്ബൻഡിൻ്റെ പേര് ചോദിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ആതിര പറഞ്ഞു, അത് മറന്നുപോയി. അല്ല ഫോൺ നമ്പർ മറ്റെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അത് ഞാൻ എടുത്തിട്ടുണ്ട് ചേട്ടാ. പേഴ്സണൽ ഡീറ്റെയിൽസിനകത്തുനിന്ന് ഞാൻ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ദാ ഏട്ടന് ഞാൻ നമ്പർ തരാം, അതിൽ നിന്ന് ഏട്ടൻ വിളിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ഉടനെ സച്ചി തൻ്റെ ഫോൺ കൊടുത്തതും ആതിര ആ ഫോണിലേക്ക് അർച്ചനയുടെ നമ്പർ ഡയൽ ചെയ്ത് കൊടുത്തു. സച്ചി അതിൽ വിളിച്ചിട്ട് കുറച്ചു നേരം കാത്തിരിക്കുമ്പോഴേക്കും അർച്ചന ഫോൺ കോൾ വരുന്നത് കണ്ട് വേഗം വന്ന് ഫോൺ എടുത്ത് നോക്കി. സച്ചിയാണെന്ന് കണ്ടപ്പോൾ ആതിരയ്ക്കാകെ ടെൻഷനായി, അർച്ചനയ്ക്കാകെ ടെൻഷനായി. അർച്ചന കോൾ എടുക്കണോ വേണ്ടയോ എന്നുള്ള അങ്കലാപ്പിൽ അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു, സച്ചിയുടെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ. ചെവിയോട് ചേർത്തതും ഹലോ ഹലോ ഇത് സുൽഫിത്ത് അല്ലേ, ഞാൻ സച്ചിയ എന്നൊക്കെ വളരെ സ്നേഹത്തോടെ സച്ചി സംസാരിക്കുന്നു. ഇതാ അപ്പോഴും ആതിര അവിടുന്ന് അപ്പുറത്ത് നിന്ന് അർച്ചനയുടെ ഭാഗത്ത് നിന്ന് യാതൊരു മറുപടിയും ഉണ്ടാവുന്നില്ല. സച്ചി വീണ്ടും വീണ്ടും ഹലോ കേൾക്കുന്നില്ലേ എന്നൊക്കെ സച്ചി അന്വേഷിച്ചു. സച്ചി ചോദിച്ചിട്ട് മറുപടിയൊന്നും അവിടുന്ന് വരാതായപ്പോഴേക്കും അർച്ചന വേഗം തന്നെ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ സച്ചി മറുപടിയൊന്നും കേൾക്കാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴേക്കും അയ്യോ കോള് കട്ടായി പോയി എന്ന് സച്ചി നിരാശയോടെ ആതിരയോട് പറഞ്ഞു. എന്നാൽ ഒന്നുകൂടി വിളിക്കേട്ടാ എന്നതായിരുന്നു അനഘയുടെ മറുപടി. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അത് വേണ്ട ഏട്ടാ, പിന്നീട് വിളിക്കാം, കാരണം ഇനിയിപ്പോൾ അവരെന്തെങ്കിലും തിരക്കിലായതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ആതിര വേഗം തൻ്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് പോയി. സച്ചി അപ്പോഴേക്കും ആകെ നിരാശനായിരിക്കുന്ന കണ്ടപ്പോൾ കമലമ്മ പറഞ്ഞു, മോനെ നീ ഇരിക്ക്, ഞാൻ ചായ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് കമലമ്മ ചായ എടുക്കാനായിട്ട് പോയി. അപ്പോഴേക്കും അർച്ചന ആകെ ടെൻഷനോടെ ഇരിക്കുകയാണ്. സച്ചി അതാരാണെന്നറിയാത്ത ആകെ ടെൻഷനിൽ ഇങ്ങനെ ഒരു സുഹൃത്ത് തൻ്റെ ഓർമ്മയിൽ പോലും ഇല്ലല്ലോ എന്ന ആശങ്കയായിരുന്നു അപ്പോഴേക്കും സച്ചിയുടെ മനസ്സിനെ അലട്ടിയത്. അർച്ചന ഓരോന്നും ആലോചിച്ച് സച്ചിയുടെ ശബ്ദം കേട്ട് ആകെ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ അവിടേക്ക് ഗോകുൽ കയറി വന്നു. എന്താടോ ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഏതോ റോങ് നമ്പർ ആയിരുന്നു എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി. അതിനുശേഷം ടേബിൾ തുടച്ചുകൊണ്ടിരുന്ന ശോഭയ്ക്കരികിലേക്ക് ശിശിര പറഞ്ഞു, അമ്മേ എനിക്കിതിനൊരു സമാധാനം ഉണ്ടാക്കി തരണം. എന്തിനാടി എന്ന് ചോദിച്ചപ്പോഴേക്കും അമ്മേ രാജീവ് ഏട്ടനും സമൃദ്ധിയും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്, അവർ തമ്മിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്, എനിക്ക് ഉറപ്പാണ്. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞത് അവർ ഇതുവരെ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളൊക്കെ പരസ്യമാവുക എന്നാണ്. അപ്പോൾ പിന്നെ എന്തോ ഒരു രഹസ്യം അവർക്കിടയിലില്ലേ അമ്മേ. അമ്മേ എനിക്ക് ആകെ ടെൻഷനാണ് അമ്മേ, ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശോഭ ദേഷ്യപ്പെട്ടു. നിന്റെ ഈ ഒടുക്കത്തെ സംശയം കാരണം ഈ വീട്ടിലൊരു സമാധാനം തരില്ലെന്നാണോ നീ പറയുന്നത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ശിശിരെ, നിന്റെ ഈ നശിച്ച സംശയമായിട്ട് വെറുതെ അവരുടെ ഇടയിലേക്കൊന്നും ചെല്ലണ്ടോ, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നോ, അതാ നിനക്ക് നല്ലത് എന്ന് പറഞ്ഞ് ശോഭ ശിശിരയോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശിശിര പറഞ്ഞു, അല്ലെങ്കിലും ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്താനാണല്ലോ താല്പര്യമേറെ, ഞാനിന്നൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ശിശിര ആകെ വിഷമത്തോടെ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും സച്ചി ഓട്ടം പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സച്ചിയുടെ ഫോണിലേക്ക് കമലമ്മ വിളിച്ചു. വണ്ടി പതുക്കെ ഒതുക്കിയിട്ട് സച്ചി കോൾ അറ്റൻഡ് ചെയ്തതും കമലമ്മ പറഞ്ഞു, മോനെ സച്ചി, ഇന്ന് ആതിര കുറച്ച് വൈകിയേ വരുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചു. അവൾക്ക് എന്തോ ഓവർലോഡ് വർക്ക് കൊടുത്തിരിക്കുക അവളുടെ മുതലാളി.
അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞേ വരുവുള്ളെന്ന്. മോൻ തിരിച്ചു വരുമ്പോൾ അവളെ വിളിച്ചിട്ട് പോരുവോ എന്ന് ചോദിച്ചതും ശരി അമ്മേ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും കമലമ്മയ്ക്ക് ആകെ ടെൻഷനാണ്. അമ്മ പേടിക്കണ്ട, ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചു. അപ്പോഴാണ് രാജീവിനോട് കാര്യങ്ങളൊക്കെ അർച്ചന പറഞ്ഞത്. രാജീവ് അച്ഛനോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആ ഓഫീസിലേക്ക് പോകുന്നത് റിസ്ക് ആണെന്ന്. അതുമാത്രമല്ല, ഫോൺ നമ്പർ വരെ കൃത്യമായിട്ട് എന്തിനാ അർച്ചന കൊടുത്തത്? അതല്ലേ ഇപ്പൊ കുഴപ്പത്തിലായത്. സത്യത്തിൽ ആ ഫോൺ നമ്പർ വെച്ച് അതല്ലേ അവർ വിളിച്ചു നോക്കിയത്. എന്തായാലും അർച്ചന കാണിച്ചത് വലിയൊരു മണ്ടത്തരായി പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലെ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടരുത്. ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നില്ലേ ഇങ്ങനെ എടുത്തു ചാടി ഒന്നിനും പുറപ്പെടരുതെന്ന് എന്നെല്ലാം രാജീവ് അർച്ചനയെ ഉപദേശിച്ചു. എല്ലാം കേട്ടതും രാജീവിനോട് അർച്ചന പറഞ്ഞു, രാജീവേ, മനഃപൂർവ്വമല്ല, ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും രാജീവ് അർച്ചനയെ സംസാരിച്ചിരിക്കുമ്പോഴാണ് ചായയുമായിട്ട് അവിടേക്ക് ശോഭ കയറി വന്നത്. ശോഭയെ കണ്ടതും രണ്ടുപേരുടെയും സംസാരം പാതി വഴിയിൽ നിന്നും. ഉടനെ രാജീവ് ചോദിച്ചു, അല്ല, അമ്മ എന്തിനാ ചായയായിട്ട് വന്നത്? ശിശിരെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചതും അത് സാരമില്ല, നിങ്ങൾക്ക് എനിക്ക് ചായ കൊണ്ട് തന്നാൽ ഞാൻ ചായ കൊണ്ട് തന്നാൽ എന്താ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ടും എന്ത് കുഴപ്പമാമേ എന്ന് രാജീവ് മറുപടി നൽകി. അർച്ചനയെ അപ്പോഴേക്കും ശോഭയോട് ചോദിച്ചു. ശോഭ അർച്ചനോട് ചോദിച്ചു, അല്ല, മോളെന്താ നിൽക്കുന്നത്? ഞാൻ രാജീവിനോട് ഒരു കാര്യം സംസാരിക്കുകയായിരുന്നമ്മേ എന്നതായിരുന്നു അർച്ചനയുടെ മറുപടി. രാജീവ് അർച്ചനയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ശോഭയ്ക്ക് വല്ലാത്ത ആശങ്കയായി. ശോഭ ആകെ സംശയത്തോടെ ചിന്തിച്ചു, എൻ്റെ ദൈവമേ, ഇനി ആ ശിശിര പറഞ്ഞത് വല്ലോ സത്യമായി തീരുവോ ഈശ്വരന്മാരെ എന്നെല്ലാം ആശങ്കയോടെ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ശോഭ താഴേക്കിറങ്ങി. അപ്പോഴാണ് ആദ്യ ഓഫീസിൽ നിന്ന് എല്ലാവരും പോകുന്ന കണ്ട് ആകെ നിരാശയിലിരിക്കുമ്പോൾ അവസാനം ഗീതം ഓടി പോകുന്ന കണ്ടപ്പോഴേക്കും ആതിര വിളിച്ചു, അയ്യോ ചേച്ചി ഇപ്പോൾ പോവാണോ? കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ചേച്ചി, നമുക്ക് ഒന്നിച്ചു പോകാം എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ അത് പറ്റില്ല മോളെ, എനിക്ക് ഉടനെ പോകേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്യേ, മോളിവിടെ തനിച്ചല്ലല്ലോ, അകത്ത് സാറുണ്ട്. ആ ഫയൽ എടുത്തുകൊണ്ട് ക്യാബിനിലേക്ക് ചെന്ന് എന്നാൽ പിന്നെ വേഗം വർക്ക് തീർത്തിട്ട് നേരത്തെ ഇറങ്ങാമല്ലോ. സാറിനെ പേടിക്കൊന്നും വേണ്ടതേ, സാറൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും അതല്ല എന്ന് പറഞ്ഞ് വേഗം ആതിര തൻ്റെ കയ്യിലിരിക്കുന്ന ഫയലുമായി കനാമ്പൻ്റെ ക്യാബിനിലേക്ക് പുറപ്പെട്ടു. ഇതിനിടയിൽ കനാമ്പരം സൈഡിൽ വന്ന് ജനലരികളിലൂടെ പുറത്തെന്താ സംഭവിക്കുന്നതെന്ന് കൃത്യമായി വാച്ച് ചെയ്യുകയായിരുന്നു. ആതിര ഫയലുമായിട്ട് നേരെ ക്യാബിനിലേക്ക് കയറി വന്ന് ആ ഫയൽ കനാമ്പനെ ഏൽപ്പിച്ചു. സാർ, ഇതൊന്ന് വേഗം വെരിഫൈ ചെയ്ത് തരണം എന്ന് പറഞ്ഞപ്പോഴേക്കും ആതിര അവിടെ ഇരുന്നോളൂ എന്ന് കനാമ്പൻ നിർദ്ദേശിച്ചു. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം എന്ന് പറഞ്ഞപ്പോഴേക്കും അതല്ല, അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ആതിരയുടെ അവിടെ ഇരിക്കാനായി കനാമ്പനം നിർബന്ധിച്ചു. ആതിര അവിടെ ഇരുന്നതും കനാമ്പനം പറഞ്ഞു, ആതിരയ്ക്ക് എന്താ, എന്നെ പേടിയാണോ? ആതിരയല്ലേ ഇപ്പൊ ഈ ഓഫീസിൽ താരം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനോ? എന്ത് താരം സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കനാമ്പരൻ കനകധാര ജുവലേഴ്സിന്റെ ആ പരസ്യം യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നത് വൈറലായിരിക്കുന്നത് ആതിരയെ കാണിച്ചു. ആതിര കണ്ടതും സാർ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതുകൊണ്ടാണ്. അപ്പോഴേക്കും വേഗം കനാമ്പരൻ ടേബിൾ ചെന്നിരുന്ന് ആതിരയുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആതിര വേഗം ആ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, സാർ വേഗം ആ ഫയൽ നോക്കി തന്നിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് പോകാമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും കനാമ്പരൻ ചോദിച്ചു, അത്ര വിടാടോ, താനിങ്ങനെ ധൃതി പിടിക്കാതെ എന്ന് പറഞ്ഞ് കനാമ്പരൻ വേഗം ആതിരയുടെ തോളത്ത് കൈവച്ചു. തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു മോഹ അത് തുറന്നു പറയട്ടെ എന്ന് പറഞ്ഞപ്പോഴേക്കും കൈയെടുക്ക് സാർ എന്ന് പറഞ്ഞ് ആതിര കനാമ്പൻ്റെ കൈ തട്ടി മാറ്റി. ആതിരയെ കനാമ്പനെ കടന്നു പിടിക്കുമ്പോഴേക്കും ആതിരയുടെ രണ്ട് കൈകളും കടന്നു പിടിച്ച് കനാമ്പനം ബലമായി പിടിച്ചപ്പോൾ, ഞാൻ നിനക്ക് വേണ്ടതെല്ലാം തന്നില്ലേ, നിനക്ക് നേരത്തെ തന്നെ അഡ്വാൻസ് ആയി തന്നെ നിനക്ക് ഞാൻ ഇവിടുത്തെ ജോലി ചെയ്യാതെ തന്നെ ശമ്പളം വരെ തന്നില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ആതിര ബഹളം വെച്ചുകൊണ്ട് എന്നെ വിട എന്ന് പറഞ്ഞ് കനാമ്പനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും കനാമ്പനം പറഞ്ഞു, ഇതൊക്കെ ഞാൻ നിനക്ക് ചെയ്തത് പിന്നെ എന്തിനാ, എനിക്ക് പുണ്യം കിട്ടാനാ എന്ന് പറഞ്ഞ് ആതിരയെ ബലമായി പിടിക്കുമ്പോഴേക്കും ആതിര കനാമ്പനോട് തട്ടിക്കയറി അവിടെ ഇരുന്ന ആ ഫയലെടുത്ത് കനാമ്പനെ തള്ളിയിട്ടിട്ട് അടുത്തിരുന്ന ഫയലെടുത്ത് ആതിര കനാമ്പൻ്റെ ദേഹത്ത് തല്ലുന്നു. കനകാംബരൻ പെട്ടെന്നുണ്ടായ ആതിരയുടെ ആക്രമണത്തിൽ ആകെ പകയോടെ ആതിരയുടെ നേരെ തിരിയുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി അവിടേക്ക് സച്ചി ആതിരയെ കൂട്ടുവാനായി എത്തിയത്. കനകാംബരൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഫയൽ വെച്ച് ആതിര കനകാംബരൻ്റെ മുഖത്തേക്ക് അടിച്ചപ്പോൾ കനകാംബരൻ്റെ മുഖം മുറിയുകയും രക്തം വരികയും ചെയ്തു. ഇത് കണ്ടതോടെ കനകാംബരന് വല്ലാത്ത പകയായി. ഈ സമയത്ത് ആതിരയെ കൂട്ടാൻ അവിടേക്ക് സച്ചി എത്തുമ്പോൾ
ആതിരയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച കനകാംബരനെ കണ്ട് സച്ചി കനകാംബരനുമായി ഏറ്റുമുട്ടുന്നു.